സോ അഹ്ലൻ ഹബീബി, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അപ്പം ഇന്ന് നമ്മൾ പറയുന്നത് ഞാൻ മക്കത്ത് എനിക്ക് ജോലി കിട്ടാനുണ്ടായ സാഹചര്യം, എങ്ങനെയാണ് ഞാൻ മക്കത്ത് എത്തിപ്പെട്ടത്, ഹൗ വാസ് ദാറ്റ് ജേണി. ഓക്കെ, അത് ഒരുപക്ഷെ എല്ലാവർക്കും അതൊരു ഇൻസ്പയറിങ് ഇതല്ല, അത് കോമൺ ആയിട്ട് സൗദി അറേബ്യയിൽ ജോലി കിട്ടുന്ന ആളുകൾക്കുള്ള ഒരു കോമൺ സ്റ്റോറിയാണ്. അങ്ങനെയാണ് പലർക്കും ഇവിടെ ജോലി കിട്ടാറുള്ളത്. അതോടൊപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ ഇവിടെ ജോലി എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ജോബ് ഹണ്ടിങ് പ്രോസസ്സ് എന്നുള്ളത് ഞാനൊരു മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതിൽ ഞാൻ എൻ്റെ സ്റ്റോറിയാണ് പറയുന്നത്. ഓക്കെ, സോ വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. സോ ലെറ്റ്സ് ബിഗിൻ. മക്കത്തേക്ക് എന്നുള്ള രൂപത്തിലല്ല എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നത്. റാൻഡംലി ഞാൻ ഈ ജോലിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ കോൾ വരുന്നത്. എൻ്റെ ഫ്രണ്ട് ത്രൂ ആണ് വരുന്നത്. റാൻഡംലി നമ്മൾ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കുന്ന രൂപത്തിൽ നമ്മുടെ ഫ്രണ്ട് നമ്മളെ വിളിച്ച് സംസാരിക്കുകയാണ്. വാജി കോൾ ചെയ്യുകയും നമ്മൾ നോർമലി ഉള്ള കാര്യങ്ങൾ പറയുകയും നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പായ്യരം പറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അന്ന് ബാംഗ്ലൂരിൽ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതിൽ SEO എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാണ്. അത് ഞാൻ ഓൾറെഡി ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ പോയി ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ കിട്ടിയൊരു ജോലിയായിരുന്നു. അപ്പം ഞാൻ അതിലിങ്ങനെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ഇതിലെൻ്റെ കരിയർ ബിൽഡ് ചെയ്യണം, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നല്ലൊരു കരിയർ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ഇതിൽ പോകുന്നൊരു സാഹചര്യമാണ്. ഓക്കെ, അതും ജോലി കിട്ടി 2-3 മാസമായിട്ടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ടൈം ഞാൻ ബാംഗ്ലൂർ ചെല്ലുന്ന സമയത്ത് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ആ സമയത്ത് ഒരു ഫ്രണ്ടിൻ്റെ റൂമിൽ നിന്ന് രാവിലെ ഇൻ്റർവ്യൂ, ഉച്ചയ്ക്ക് ശേഷം ഇൻ്റർവ്യൂ, വൈകുന്നേരം ഇൻ്റർവ്യൂ, അങ്ങനെ ഇൻ്റർവ്യൂസ് കൊണ്ട് ഞാനങ്ങോട്ട് ഇൻ്റർവ്യൂ എക്സ്പെർട്ടൊക്കെ ആയിട്ട് അറ്റൻഡ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഒന്നിങ്ങനെ ബിൽഡപ്പായി വന്നതൊക്കെ. അതുവരെയൊക്കെ നോർമലി നാട്ടിലെ ബിസിനസ്സും കാര്യങ്ങളായിട്ട് ഡയറക്റ്റ് സെല്ലിങ്ങും പരിപാടികളും ആയിട്ടില്ല. ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ളൊരു ജോബ് ഹണ്ടിങ് പ്രോസസ്സിലേക്ക് ഞാൻ കടക്കുന്നത്. അപ്പം അന്ന് ജോലി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ജോലി കിട്ടുക എന്ന് മാത്രമല്ല, നമുക്ക് അവിടെ ബാംഗ്ലൂരിൽ നിന്ന് പോകേണ്ട ചെലവുകളൊക്കെ ഓവർകം ചെയ്തിട്ടുമാണല്ലോ അവിടെ നിന്ന് പോകാൻ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചുള്ള പാക്കേജസുകളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓക്കെ ഞാൻ അവിടെ കയറി. ഏകദേശം ഒരു 3-4 മാസമായതിനു ശേഷം ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് വാജി ചോദിച്ചത് ഇവിടേക്ക് പോരണം, ഇവിടെ അങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് എൻ്റെ കരിയർ സംബന്ധമായിട്ടുള്ള സംഗതിയല്ല, സെയിൽസ് ആണ്. ഞാൻ മുമ്പ് മാർക്കറ്റിങ്ങിലാണ് വർക്ക് ചെയ്തതെന്നുള്ളത് എനിക്കറിയായിരുന്നു. അപ്പോൾ ആ എക്സ്പീരിയൻസ് ത്രൂ അനക്ക് വേണമെങ്കിൽ ഇവിടെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് അത് ഫുള്ളി കൺഫേംഡ് അല്ല, അവനൊരു അൺഒഫീഷ്യലായിട്ട് അങ്ങനെ ചോദിച്ചതാണ്. അപ്പം ഞാനപ്പോൾ നോയാണ് പറഞ്ഞത്. കാരണം ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടൊരു ജോലി കിട്ടിയല്ലേ. അപ്പോൾ ആ ഒരു ജോലിയിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഇമ്പ്രൂവ് ആയി വന്ന് അതിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള മൈൻഡിലായിരുന്നു. ആ ഇൻഡസ്ട്രിയിൽ തന്നെ എങ്ങനെയെങ്കിലും നിൽക്കണം, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എങ്ങനെയെങ്കിലും സെറ്റാക്കണം എന്നൊക്കെയുള്ളത്. പിന്നീട് നമുക്കറിയാലോ, നമ്മളൊക്കെ മിഡിൽ ക്ലാസ് ആണ്. മിഡിൽ ക്ലാസ് ആയ ആളുകൾക്ക് എന്തായാലും നമ്മളെ ഫൈനാൻഷ്യൽ ലാബിലിറ്റികളും കാര്യങ്ങളൊക്കെ കൂടി വരുന്ന സാഹചര്യത്തിൽ നമുക്ക് പിന്നെ മാറ്റി ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ കരിയർ കാര്യങ്ങൾ നല്ല കായായി ഇപ്പോൾ. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ പിന്നീട് പാക്കേജും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കുഴപ്പമില്ല എന്നൊക്കെ തോന്നി. പിന്നീട് എനിക്കും ഞാൻ അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ ചെയ്യുന്ന സമയത്തും ഞാൻ ചെയ്യുന്ന ആ ഒരു സെക്ഷൻ ഞാൻ SEO ആയിരുന്നു ചെയ്തിരുന്നത് അവിടെ. പക്ഷേ ഞാൻ സോഷ്യൽ മീഡിയ അതൊക്കെയാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. പക്ഷെ ആ SEO എന്നുള്ള വർക്ക്, അതിലുള്ള ഒരു വർക്ക് പ്രോസസ്സ് അതിനെ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സംഗതി പറയുകയാണെങ്കിൽ ഒരു കോപ്പി പേസ്റ്റ് പരിപാടിയൊക്കെയാണ്. IT സെക്ടറിലുള്ള
ഒരു നോർമൽ ഇതായിരുന്നു. മാത്രമല്ല കുറേ എക്സൽ ഷീറ്റും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംഗതി. പൊതുവേ നമ്മൾ ഈ ഇങ്ങനെയുള്ള എക്സൽ ഷീറ്റ് ടേബിൾ പരിപാടിക്ക് ഞാൻ അത്ര ബെറ്റർ അല്ല. പക്ഷേ നമുക്ക് ആ ജോലിയിൽ നിന്ന് എങ്ങനെ ഇതിൽ നിന്ന് തന്നെ മറ്റുള്ള ഏതെങ്കിലും വർക്കുകളൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലേക്കൊക്കെ ചാടാൻ പറ്റും എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ അതിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു വേണം വേണ്ട എന്നുള്ള രൂപത്തിൽ പോകുന്ന സമയത്ത് ഞാൻ പിന്നെ വാജിനെ അങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ എന്താ ആ ഓപ്പർച്യൂണിറ്റി ഇപ്പോഴും ഉണ്ടോ അപ്പോൾ പറഞ്ഞു എന്താ ഓപ്പർച്യൂണിറ്റി കൺഫേം ആയിട്ടില്ല, എന്തൊക്കെ ഒരു പ്രൊസീജിയേഴ്സും കൂടി അവിടെ നടക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ പിന്നെ വെയിറ്റ് ചെയ്ത് പിന്നെ ഞാൻ അങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്തതിന് ശേഷമാണ് ഇത് ഏകദേശം കൺഫേം ആവുന്നത്. പക്ഷേ ബാക്കിയുള്ള ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ജോലി കിട്ടാൻ എന്താണ് നമുക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ബാംഗ്ലൂർക്ക് വണ്ടി കയറുക, ലിങ്ക്ഡിനിലും മറ്റ് നൗക്കരി ആപ്പിലും അങ്ങനെയുള്ള ആപ്പ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ ചെയ്യും, ഓഫർ ലെറ്റർ അയക്കും, പരിപാടി ചെയ്യും. പക്ഷെ ഇവിടെ ജോലി കിട്ടുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ മറ്റൊരു രാജ്യമാണ്. അപ്പോൾ അവിടുത്തെ റെസിഡൻ്റൽ ഐഡൻറ്റിറ്റി, മറ്റ് സാധനങ്ങൾ, ഇക്കാമ, വിസ, എല്ലാ പ്രൊസീജിയേഴ്സും ഉണ്ട്. കുറച്ചധികം പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ആ പ്രൊസീജിയേഴ്സൊക്കെ കംപ്ലീറ്റ് ആക്കാനുണ്ട്. അതിൻ്റെ മുമ്പ് നമുക്ക് ഇവിടുന്ന് കയറിപ്പോരുന്ന സമയത്ത് നമ്മുടെ പാസ്പോർട്ട്, മെഡിക്കല് പരിപാടികളൊക്കെ കോമൺ ആയിട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോഴുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രൊസീജിയേഴ്സ് ഒന്നും ഞാൻ എൻ്റെ വീട്ടിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഇത് എത്രത്തോളം ഇവിടെ എത്തിയാൽ എനിക്ക് പൊതുവെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ബാക്കിയുള്ള ആൾക്കാരോട് പറയുമ്പോൾ നമുക്കത് റെഡി ആയിട്ടില്ലെങ്കിലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ, ആ ചിന്ത എന്നിലുണ്ടായിരുന്നു. അത് ഇന്നെ വല്ലാണ്ട് അലത്തിയിരുന്നു. അതുകൊണ്ട് ഞാനത് വീട്ടിലൊന്നും അറിയിച്ചിരുന്നില്ല. പക്ഷെ വീട്ടിൽ അറിയാണ് പിന്നെ ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെഡിക്കൽ എടുക്കാൻ പോകുന്ന സമയത്ത് കോമൺ ആയിട്ട് എല്ലാവരുടെ രക്തത്തിലുണ്ടാകുന്ന ഒരു സംഗതിയുണ്ട്. അത് അവിടെയുള്ള കുറേ ആളുകൾക്ക് ഉണ്ടായിരുന്നു. ഒരു മഞ്ഞപ്പിത്തത്തിൻ്റെ ഒക്കെ ഒരു ചെറിയ അംശം ചെറുപ്പത്തിലൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്ലഡിലുണ്ടാവും. അപ്പോൾ ഇതുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, അത് കുറേ ഹോസ്പിറ്റലിൽ അതൊരു ബിസിനസ് ആക്കിയിട്ട് എടുക്കുന്നതുകൊണ്ട് കേട്ടോ. അത് കോമൺ ആയിട്ട് എല്ലാവരുടെ രക്തത്തിലുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു ഹാംഫുൾ ആയിട്ടുള്ളൊരു കോണ്ടന്റ് എന്നല്ല. പക്ഷെ ഹോസ്പിറ്റലേഴ്സ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓല പേരും പറഞ്ഞ് നമുക്ക് കുറേ മരുന്ന് ചെയ്തു. ഒരു 6 മാസത്തേക്കുള്ള മരുന്നൊക്കെ ചെയ്തു. 6 മാസത്തേക്കും 1 കൊല്ലത്തിനും വിദേശത്ത് പോവുകയാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് മരുന്ന് ചെയ്തിട്ട് ആ മരുന്ന് ഇതാക്കിയതിന് ശേഷമാണ് എഴുതി വാങ്ങിയതിന് ശേഷമേ ഉള്ളൂ ഓല് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ രക്തത്തിലും ഇതേപോലെ ഇഷ്യൂ ഉണ്ടെന്ന് അവിടുന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ വന്നിട്ട് അപ്പോൾ അവിടുന്ന് ഡോക്ടർ തന്നെ പറഞ്ഞിരുന്നു ഒരു ആഴ്ചക്ക് അല്ലെങ്കിൽ 2 ആഴ്ചക്ക് മീൻ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഒഴിവാക്കണം, കൊഴുപ്പ് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അത് വീട്ടിൽ ഒന്ന് ജസ്റ്റ് പറഞ്ഞു, എനിക്ക് 2 ആഴ്ചക്ക് ഇങ്ങനെ ഒരു പഥ്യമുണ്ട്. അത് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ വീട്ടിൽ പോക്കി, എന്താ അങ്ങനെ സംഗതി, എന്താണ് പ്രശ്നം, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, പിന്നെ ചോദ്യം പറച്ചിലായി. അപ്പോൾ പിന്നെ ലാസ്റ്റ് എനിക്ക് പറയേണ്ടി വന്നു. ഇത് പറയുന്നതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടല്ല, നമുക്കിത് അവസാനം നടന്നില്ലെങ്കിലേ ഉള്ളൊരു നിരാശ ഉണ്ടാവുമല്ലോ. ആ നിരാശ നമ്മളിൽ തന്നെ ഒതുങ്ങുകയാണെങ്കിൽ ഓക്കെ അല്ലേ. അത് പിന്നെ ഇത് 4 ആൾ അറിഞ്ഞ ഒരു ചർച്ചയാവണ്ട, വീട്ടിലെ ഒരു ഇതാവണ്ട എന്നുള്ളത്. അപ്പോൾ ഒരു പ്രതീക്ഷ കൊടുക്കും നമ്മളിപ്പോൾ. ആ സമയത്ത് നമ്മളിങ്ങനെ വിദേശത്ത് കയറിയാൽ മതി, എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ആവണം, ബാംഗ്ലൂരിൽ നിന്നിട്ട് വലിയ മെച്ചമല്ല എന്നുള്ളൊരു തോട്ട് വീട്ടിലുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഒരു ഓഫർ വരുന്നത്. അപ്പോൾ ഓവർ എക്സ്പെക്റ്റേഷൻ വീർക്കും. എൻ്റെ ഫാമിലി ആണെങ്കിൽ അതൊരു ഓവർ എക്സ്പെക്റ്റേഷൻ ലെവലിൽ കൊടുക്കും. ഞാൻ എന്ത് ചെയ്തു, അറിയാതെ ചെയ്യാൻ വിചാരിച്ചു. പക്ഷെ അപ്പം തന്നെ പിറ്റേത് ഈ സംഗതി അറിഞ്ഞപ്പോൾ തന്നെ അതൊരു വേഗം വണ്ടി എടുത്ത് എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, നാളെ തൃശ്ശൂർ പോവാം, മഞ്ഞപ്പിത്തത്തിൻ്റെ മറ്റേ പച്ചമരുന്ന് കുടിക്കാമെന്നും പറഞ്ഞ് അനിയനെ ലീവ് കൊടുപ്പിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു എക്സ്പെക്റ്റേഷൻ അത് നീ എങ്ങനെയായാലും അത് നടത്തിയെടുക്കാന്നൊക്കെ ഉള്ള മൈൻഡിലാണ് ഫാദറിനാണ്. അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ടൊക്കെയാണ് ഇപ്പോൾ തൃശ്ശൂർ പോയി പച്ചമരുന്നും പരിപാടികളൊക്കെ പിടിച്ചു ചെയ്തു. പക്ഷെ അതുകൊണ്ടൊന്നും പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടൂല. അപ്പോഴും രക്തത്തിൽ ആ കണ്ടന്റ് ഉണ്ടാവും.
കുറച്ച് കുറക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യും, അവിടുന്ന് ഓളുടേതായിട്ടുള്ള മരുന്ന് കഴിക്കും. അങ്ങനെ ആ മരുന്ന് വാങ്ങി എടുത്ത് നമ്മൾ ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ അവിടുന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റും തരും. അങ്ങനെ ഇതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കണം. ഞാനവിടെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സെയിം ഇഷ്യൂ കൊണ്ട് അവിടെ വന്ന 90% ആളുകൾക്കും ഈ ഇഷ്യൂ ഉണ്ട്. ആകെ 1, 2, 3 ആളുകൾക്ക് മാത്രമാണ് അതില്ലാണ്ട് കഴിച്ചിട്ടായി പോകും. എല്ലാവരുടെ രക്തത്തിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള സംഗതി. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നുമില്ല. ഇപ്പം ഞാൻ ആ മരുന്ന് കഴിക്കുന്നൊന്നുമില്ല. നമുക്ക് പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയാണ്. പിന്നെ മെഡിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് വിസ പ്രോസസ്സ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറാനുണ്ട്. അപ്പം അന്ന് ജിദ്ദയിലാണ് നമ്മുടെ കമ്പനി കാര്യങ്ങൾ എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് ഇത് പാർട്ടിയുടെ തന്നെ ഒരു ഫാമിലി ബിസിനസ്സാണ് ഈ സംഗതി. ഇത് പ്രിന്റിങ് പ്രസ്സാണ്. നമുക്ക് പരിചയമില്ലാത്തൊരു ഏരിയയിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവുമല്ലോ. ഞാൻ വരുന്ന എൻ്റെ ബാംഗ്ലൂര് ഞാൻ നിന്ന ചെക്കന്മാരൊപ്പം നിന്നതിൻ്റെ നേരെ ഉൾട്ടയാണ് ഇവിടുത്തെ റൂമിൻ്റെ സെറ്റ് എന്ന് മക്കത്തേക്ക് മാറേണ്ടി വന്നു. അന്ന് നമുക്ക് കിട്ടിയൊരു ലക്കാണ് ആ സംഗതി.